കേൾക്കുന്ന യുവാക്കളെ, ചേട്ടാനുജന്മാരെ, സുബ്ഹി ജമാഅത്തിന് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാകണം. യുവാക്കൾ നല്ല ദീനീ ബോധമനുസരിച്ച് നടക്കുന്നവരാകണം. ആ യുവാക്കൾ സുബ്ഹി ജമാഅത്തിന് പള്ളിയിൽ വരുന്നവരാകണം. സുബ്ഹി ജമാഅത്ത് നമ്മുടെ പള്ളി നിറഞ്ഞു ഒഴുകണം. ഓരോ ജമാഅത്തിലും നമ്മുടെ പള്ളിയിൽ ആളെ കാണണം. ആ സുബ്ഹി ജമാഅത്തിന്റെ സമയമാകുമ്പോ ഇബ്ലീസ് മന്ത്രിക്കൂ, പോകണ്ട ഇബ്ലീസ് പറയൂ. ആ മന്ത്രിക്കുന്ന ഇബ്ലീസിനെ തോൽപ്പിച്ചിട്ട് പരാജയപ്പെടുത്തിയിട്ട് വേണം സുബ്ഹി ജമാഅത്തിന് പള്ളിയിലോട്ട് വരാൻ. ഏതൊരു മനുഷ്യന്റെ കൂടെയും ശൈത്വാൻ ഉണ്ടാകും. ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ശൈത്വാനിനെ അങ്ങ് ആട്ടിയോടിച്ചില്ലേ. ആ ശൈത്വാനിനെ പറയല് തന്നെ എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. റജീമായ ശൈത്വാൻ എന്നാണ് പറയുന്നത്. എന്താണ് റജീം എന്ന് പറഞ്ഞാൽ? ആട്ടി ഓടിക്കപ്പെട്ട ശൈത്വാൻ. ആ ശൈത്വാനിനെ അല്ലാഹു തആല ആട്ടി ഓടിച്ചപ്പോൾ ഇബ്ലീസ് അല്ലാഹുവിനോട് ഒരു റിക്വസ്റ്റാണ്. അല്ലാഹുവിനോട് ഇബ്ലീസ് ചോദിച്ചു വാങ്ങി, അല്ലാഹ് നീ എന്നെ ആട്ടി ഓടിച്ചാ ഞാൻ പിന്നെ എവിടേക്കാ പോകണ്ടേ? അതുകൊണ്ട് എനിക്ക് പോയിട്ട് താമസിക്കാൻ പറ്റിയൊരു വീട് നീ തന്നെ തരണമെന്ന് പറഞ്ഞു. അല്ലാഹ് ആട്ടി ഓടിച്ച പിന്നെ എങ്ങോട്ടെങ്കിലും ചെല്ലാൻ പറ്റുമോ? പറ്റൂല. ഒക്കെ അള്ളാന്റെതല്ലേ. ഭൂമിയും ആഖിറവും ദുനിയാവും ആഖിറവും ഒക്കെ അള്ളാന്റെ തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ ഫജഅല്ലി ബൈത്ത, നീ ആട്ടി ഓടിച്ചാ ഞാൻ എങ്ങോട്ട് ചെല്ലാനാണ്? എനിക്കൊരു ബൈത്ത് തരണമെന്ന് പറഞ്ഞു. പോയിട്ട് താമസിക്കാൻ പറ്റിയ സ്ഥലം തരണമെന്നാണ്. അപ്പൊ അല്ലാഹു തആല ഇബ്ലീസിന് ഒന്ന് വസിക്കാൻ കൊടുത്ത ഇടമാണ് അൽ ഹമ്മാം. അതിനെന്താ നിങ്ങൾ പറയാ? നിങ്ങളുടെ നാട്ടിൽ കക്കൂസ് എന്ന് പറയും അല്ല. ഇപ്പൊ ഇംഗ്ലീഷ് ഒക്കെ ഒന്ന് മെച്ചപ്പെട്ടപ്പോ പിന്നെ കുറച്ചു കാലം ബാത്റൂം എന്നായിരുന്നു, ടോയ്ലറ്റ് എന്നായിരുന്നു, ഇപ്പൊ വാഷ്റൂം എന്നായിക്കണം. അങ്ങനെ ഇംഗ്ലീഷ് ഇങ്ങനെ മെച്ചപ്പെട്ട് വരുമ്പോ മാറി മാറി വരും. എന്നാ പഴയ പദം അതാണ് അല്ലേ? അങ്ങനെ പറയാറില്ലേ? എൻ്റെ ഭാഷ നിങ്ങളെ ഭാഷയൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ എൻ്റെ ഭാഷയിൽ ഇവിടെ ഇപ്പം നിങ്ങളോട് സംസാരിച്ച നിങ്ങൾ ആകെ ചിരിക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നോട് യാവട്ടിയാജ് പറഞ്ഞു കുറച്ച് നിങ്ങളെ ഭാഷയിൽ പറഞ്ഞോളൂ. ഞാൻ ചോദിച്ചു എന്തിനാ ചിരിക്കാനാ? വെറുതെ മനുഷ്യന്മാരെ ചിരിപ്പിച്ചിട്ടോ? വേദന സദസ്സിൽ വന്നാൽ കൂടുതൽ ചിരിച്ചു പോകാൻ പാടില്ല. കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് അവസാനം ദുആ ചെയ്ത് പിരിയുമ്പോൾ കണ്ണുനീരിറ്റിച്ച് കണ്ണ് നനഞ്ഞിട്ട് പിരിയണം. പഴയ കാലത്തെ വാദുകളൊക്കെ അങ്ങനെയായിരുന്നു. പഴയ കാലത്തെ വാദം എന്തായിരുന്നു? ചിരിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ വാദ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കരഞ്ഞിട്ടാ പോവാ. ഇപ്പത്തെ വാദിന്റെ സദസ് എല്ലാ വാദല്ല കേട്ടോ, വരുമ്പോ കരഞ്ഞിട്ട് വന്ന മനുഷ്യൻ വാദ് കഴിഞ്ഞ് പോകുമ്പോൾ ചിരിച്ചിട്ടാ പോവാ. ഖിയാമത്ത് നാളാകുമ്പോൾ കാര്യങ്ങളൊക്കെ തക്കൂനുൽ ഉമൂറു മഅകൂസ, കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു വരും എന്നതുപോലെ. പണ്ട് അബിൽ മിൽക്കായിരുന്നു, ഇപ്പൊ മിൽക്കവിലായി മാറി. അതങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു വരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അല്ലാഹു തആല ഇബ്ലീസിനെ വസിക്കാൻ കൊടുത്ത ഇടമാണ് അൽ ഹമ്മാം, ടോയ്ലറ്റ്, കക്കൂസ്. അതുകൊണ്ടാണ് അവിടെ കൂടുതലും പോയി സമയം ചെലവഴിക്കാൻ പാടില്ല. ആവശ്യം കഴിഞ്ഞാൽ വേഗം എണീറ്റ് വരണം. ചില ഉമ്മമാരുണ്ട്, കുട്ടികളെ എങ്ങനെ അവരെ തന്നെ ഇങ്ങനെ കുളിക്കാൻ വിടും. അങ്ങനെ ആകാൻ പാടില്ല. കുട്ടികളെ കൂടുതൽ നേരം ടോയ്ലറ്റിൽ നിർത്തുന്ന ഒരു സ്വഭാവം ഉമ്മമാർ വളരെ നന്നായി ശ്രദ്ധിക്കണം. അത് നല്ലതല്ല, നല്ല സ്വഭാവമല്ല. കുറേ നേരം കുട്ടികളെ ഉമ്മ തന്നെ കൊണ്ടുപോവാ, വേഗം വൃത്തിയാക്കുക, ഉമ്മ തന്നെ കൂട്ടി കൊണ്ടുവരിക. ഉമ്മ ഇവനോട് പോവാൻ പറയാണ്, നീ പോ, എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പിടി, ഞാൻ വന്നോളാം കുട്ടി കൊണ്ടുവരാൻ. അപ്പൊ പറഞ്ഞ പോവാൻ, നീ ഒറ്റക്ക് പോ, തിരിച്ചു നമുക്ക് വരുമ്പോ ഒന്നിച്ചു വരാൻ എന്ന് പറയും പോലെ കുറേ നേരം കുട്ടി ഇങ്ങനെ കളിക്കും അവിടെ. ഇപ്പൊ കക്കൂസിലൊക്കെ കളിക്കാനുള്ളത് ടബ് ഉണ്ടാക്കി വെച്ചു, കടന്നിട്ട് കുളിക്കാൻ വേഗം വരണ്ട, എല്ലാ സൗകര്യം അവിടെ വെച്ചു. കക്കൂസിലൊന്നും കൂടുതൽ സൗകര്യം ഉണ്ടാക്കാൻ പാടില്ല. കക്കൂസ് മനുഷ്യന് മടുക്കണം, വേഗം അവിടുന്ന് ഓടി രക്ഷപ്പെടാനുള്ളതാണ്. എന്താ കാരണം അത് ഇബ്ലീസിന്റെ ബൈത്താണ്. ഇവിടെ കുറെ നേരം നിൽക്കാൻ പറ്റൂല. ഇങ്ങനെ പലതും ഇബ്ലീസ് അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങി. രണ്ടാമതായി ഇബ്ലീസ് ചോദിച്ചു, എനിക്കും ഒരു മജ്ലിസ് തരണം. മുഹ്യിദ്ദീൻ റാത്തീബിന്റെ മജ്ലിസ് ഇല്ലേ? റിഫാഇ റാത്തീബിന്റെ മജ്ലിസ് ഇല്ലേ? അതൊക്കെ സ്വാലിഹീങ്ങളുടെ മജ്ലിസാണ്, ഔലിയാക്കളുടെ മജ്ലിസാണ്. എന്നാൽ എനിക്കും ഒരു മജ്ലിസ് തരണം. ഉടനെ അവിടുന്ന് അല്ലാഹ് പറഞ്ഞതാണ്, അൽ അസ്വാഖ് വ മജാമിഉ തുർഖി. നിന്റെ മജ്ലിസ് അങ്ങാടിയിലാണ്, ബസാറുകളിലാണ്,
അതുപോലെ വഴിയോരങ്ങളിലാണ്. അങ്ങാടിയിൽ പോയി കൂടുതൽ സമയം ചെലവഴിക്കാൻ പാടില്ല. ബജാറുകളിൽ പോയി കൂടുതൽ സമയം ചെലവഴിക്കാൻ പാടില്ല. അവിടെയാണ് കൂടുതലും ഗീബത്ത് പറച്ചിലുണ്ടാകുന്നത്, അവിടെയാണ് നമീമത്ത് പറയലുണ്ടാകുന്നത്, അവിടെയാണ് ഫിത്നയുണ്ടാകുന്നത്, അവിടെയാണ് ഫസാദ് ഉണ്ടാകുന്നത്. എന്തേ കാരണം? അത് ഇബ്ലീസിന്റെ മജ്ലിസാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, റബ്ബേ നീ എന്നെ ആട്ടി ഓടിച്ചാൽ ഞാൻ എന്ത് കഴിക്കാനാണ്? ഞാൻ ഭക്ഷണം കഴിക്കണ്ടേ? അപ്പൊ ഇബ്ലീസിനെയും അല്ലാഹു പരിഗണിച്ചു. അപ്പൊ ഇബ്ലീസിന് അല്ലാഹു കൊടുത്ത ഭക്ഷണം ഏതാണ്? മാലം യുദ്കരിസ്മുല്ലാഹി അലൈഹി. ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലാത്ത ഭക്ഷണമുണ്ടോ? അത് ഇബ്ലീസിനുള്ള ഭക്ഷണമാണ്. അതുകൊണ്ടാണ് ബിസ്മി ചൊല്ലിയിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അതുകൊണ്ടാണ് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ആദ്യം ഒരാൾ ഉറക്കെ അങ്ങ് ബിസ്മി ചൊല്ലണം. അത് പുണ്യകർമ്മമാണെന്ന് മഹാന്മാരെ കിതാബിൽ പറഞ്ഞത് വെറുതെ അല്ല. എന്തിന്? അത് മറ്റുള്ളവർക്കൊന്ന് ഓർമ്മിക്കാനാണ്. ബിസ്മി ചൊല്ലാതെ കഴിക്കണ ഭക്ഷണമോ അത് ഇബ്ലീസിന് അല്ലാഹു കൊടുത്ത ഭക്ഷണമാണ്. ഓ ഉമ്മമാരെ, കഴിവിന്റെ പരമാവധി കുട്ടികളെ ഒറ്റക്ക് തനിച്ചിരുത്തി ഭക്ഷിപ്പിക്കുന്ന ശീലം അത് നല്ലതല്ല. എന്ത് തിരക്ക് നിങ്ങൾക്കുണ്ടെങ്കിലും ശരി, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നിങ്ങൾക്കൊക്കെ വീട്ടിൽ നിങ്ങളതായ തിരക്കുണ്ടെന്നത് 100% ഞാൻ അംഗീകരിക്കുന്നു. ആ തിരക്കിൽപ്പെട്ട ഒരു തിരക്കായി കുട്ടികളെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന നല്ല മനസ്സ് നിങ്ങൾ കാണേണ്ടതുണ്ട്. എങ്കിലേ കുട്ടികളെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ കുട്ടിക്കൊരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് പറയാൻ ഓർമ്മിപ്പിക്കാൻ കഴിയൂ. ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നത് കുട്ടിക്ക് പഠിപ്പിക്കാൻ കഴിയൂ. ഇത് കുട്ടികളെ കൂടെ എപ്പോഴും ഇണങ്ങിച്ചേരുന്ന കൂടുതൽ ബന്ധമുള്ള ഉമ്മമാര് ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ടാണ് വീണ്ടും അതാ ഇബ്ലീസിന്റെ ചോദ്യമാണ്, എനിക്ക് ഭക്ഷണം മാത്രം പോരല്ലോ, ഇജഅലി ശറാബാ, എനിക്ക് പാനീയം വേണല്ലോ. അപ്പോഴാണ് ഇബ്ലീസിനോട് അല്ലാഹു പറയുന്നത്, കുല്ലു മുസ്കിരിൻ, എല്ലാ ലഹരി നിനക്ക് കുടിക്കാനുള്ള നിന്റെ പാനീയമാണ്. ഒരിക്കലും മദ്യപിക്കുന്നവരാകരുതേ മുസ്ലിമേ, കള്ളുകുടിയനാകരുതേ മുസ്ലിമേ. അത് ന്യൂ ഇയറിന്റെ രാവിലായാലും ശരി, ഏതെങ്കിലും ഒരു ഉത്സവ വേളയിലായാലും ശരി, മദ്യപിക്കുന്നത് അപകടമാണ്. അത് ഇബ്ലീസിന് അല്ലാഹു കുടിക്കാൻ കൊടുത്തതാണ്. ഇബ്ലീസിന്റെ പാനീയം എന്തുകൊണ്ടാണ്? ഈമാനുള്ള ജനങ്ങൾ കുടിച്ച് രസിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരിക്കലും ലഹരിയുടെ ആളുകളായി നമ്മൾ അതപ്പതിച്ചു പോകരുത്. വലിയ സങ്കടത്തോടെ ഞാൻ പറയട്ടെ, നമ്മുടെ സമുദായത്തിൽപ്പെട്ട പല മക്കളും ഇന്ന് അതാ ലഹരിക്ക് അഡിക്റ്റായിരിക്കുന്നു. MDMA പിന്നിൽ പോയ എത്ര ചെറുപ്പക്കാരുണ്ട്, കഞ്ചാവിന്റെ പിന്നിൽ പിടിക്കപ്പെട്ട എത്ര ചെറുപ്പക്കാരുണ്ട്. പത്രത്തിലെല്ലാം നമ്മുടെ ഖൗമിന്റെ പേര് വരുമ്പോൾ വായിക്കുമ്പോൾ സങ്കടം തോന്നുന്നു, വല്ലാത്ത വിഷമം തോന്നുന്നു. ഞാൻ രക്ഷിതാക്കളോട് ഗൗരവത്തിൽ ഒരു കാര്യം പറയട്ടെ. എന്തിനാണ് നട്ടപ്പാതിരക്ക് നമ്മുടെ അതാ കൗമാരപ്രായമുള്ള ആൺമക്കളെ പാതിരാ സമയത്ത് എന്തിനാണ് പുറത്തേക്ക് പോകാൻ അനുവദിക്കുന്നത്? ഒരു ബാപ്പക്ക് ഒരു മോനെ കൺട്രോൾ ചെയ്തുകൂടെ? ഒരു ഉമ്മാക്ക് ഒരു മോനെ കൺട്രോൾ ചെയ്തുകൂടെ? അവൻ മകനാണല്ലോ, ബാപ്പയല്ലല്ലോ. ബാപ്പ നമ്മളല്ലേ, അവൻ മകനാണല്ലോ, ഉമ്മയല്ലല്ലോ. ഉമ്മമാരെ നിങ്ങളാണല്ലോ. ഇത് അവൻ ഉമ്മയും ഉപ്പയും നമ്മൾ മക്കളായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടൊരു ബാപ്പ പറയുന്നത് അവനെ കൊണ്ട് കേൾപ്പിച്ചുകൂടാ? ഒരു ഉമ്മ പറയുന്നത് അവനെ കൊണ്ട് കേൾപ്പിച്ചുകൂടാ? അത് നേരത്തെ തന്നെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും വലിയ സമ്പാദ്യം ഏതാണ്? ഇവിടുന്ന് പോകുമ്പോൾ ഉണ്ടാക്കി വെച്ച ബിൽഡിങ്ങുകൾ കൊണ്ടുപോകാറില്ല. കോടിക്കണക്കിന് ചെലവഴിച്ച വലിയ കൊട്ടാരത്തിന് തുല്യമായ വീട് കൊണ്ടുപോകാറില്ല. വാഹനങ്ങൾ കൊണ്ടുപോകാറില്ല.
എത്ര വലിയ കാറിൽ യാത്ര ചെയ്യുന്നവനായാലും അതേ അവസാനം കിടത്തിക്കൊണ്ടുപോകുന്നത് പള്ളിയുടെ ഹൗദിൻ കരയിൽ കെട്ടി തൂക്കി വെച്ചിട്ടുള്ള മയ്യത്ത് കട്ടിലാണല്ലോ. പാവപ്പെട്ടവൻ മാത്രമാണോ അതിൽ കിടക്കേണ്ടി വരുന്നത്? കോടീശ്വരനാണെങ്കിലും അങ്ങനെയല്ലേ, ലക്ഷപ്രഭുവാണെങ്കിലും അങ്ങനെയല്ലേ? പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകൂലല്ലോ രക്ഷിതാക്കളെ. വരുമ്പോഴൊക്കെ കൈ മടക്കി പിടിച്ചിട്ടാണ് വന്നത്, വാരിക്കൂട്ടണമെന്ന് കരുതിയിട്ടാണ് വന്നത്. കുറെ അങ്ങ് കൂട്ടിവെച്ചു, ശരിയാണ്. അവസാനം പോകുമ്പോ രണ്ട് കൈയും മലർത്തിയിട്ടല്ലേ പോകുന്നത്. എന്തേ കാരണം? ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല. അധ്വാനിച്ചുണ്ടാക്കി വെച്ച സമ്പാദ്യം മുഴുവനും ഞാനിതാ ഇവിടെ ബാക്കി വെച്ചു പോകുന്നു. ഇന്നും ഞാൻ നിങ്ങളെ ക്ലാരി ചെനക്കലിൽ വാലിന് വരുമ്പോ കർണാടകയിൽ ഞാനതാ മംഗലാപുരത്തൊരു മരണ വീട്ടിൽ പോയി. അവിടുന്ന് യാസീനോദി ദുആ ചെയ്ത് വന്നതാണ്. അല്ലാഹു ആ ഖബറാളിയുടെ ഖബർ സ്വർഗീയ ഖബറാക്കി കൊടുക്കട്ടെ. ഒരുപാട് ഉണ്ടാക്കി വെച്ചു, പ്രവാസിയാണ്, ഒരുപാട് അധ്വാനിച്ചു, മക്കൾക്ക് വേണ്ടതുണ്ടാക്കി വെച്ചു, കുടുംബത്തിന് വേണ്ടതുണ്ടാക്കി വെച്ചു. ഒരേ സ്വപ്നങ്ങളായിരുന്നു, എല്ലാം ഉണ്ടാക്കി വെച്ചു. ഒരു ദിവസം രാത്രി അങ്ങ് കിടന്നുറങ്ങിയപ്പോ പിറ്റന്ന് ഉണരുന്നില്ല, ഉറക്കിലങ്ങ് മരണപ്പെട്ടു പോയി. പോകുമ്പോൾ അദ്ദേഹം വാങ്ങിയ പുതിയ കാറ് കൊണ്ടുപോയില്ല, സാധാ ഒരു മയ്യത്ത് കട്ടിലിൽ കിടത്തിയിട്ടാണ് കൊണ്ടുപോയത്. അദ്ദേഹം ഉണ്ടാക്കി വെച്ച ഫ്ലാറ്റ് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല, സമ്പാദിച്ചു വെച്ച സമ്പാദ്യം ഒന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. എല്ലാം ഇവിടെ വിട്ടേച്ചങ്ങ് പോയി. എന്നാൽ എനിക്കും നിങ്ങൾക്കുമെല്ലാം പോയി കിടക്കുന്ന ഖബറിൽ ഉപകരിക്കുന്ന ഏറ്റവും നല്ല സമ്പാദ്യം അല്ലാഹു നമുക്ക് തന്ന മക്കളെ വെറുതെയല്ല. റബ്ബ് എനിക്കും നിങ്ങൾക്കും മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ അത് വിലാസത്തിനല്ല, സൺ ഓഫ് പറയാനല്ല, ഡോട്ടർ ഓഫ് എന്ന് ചേർത്തി പറയാനല്ല. വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. ഖബറിൽ കിടക്കുന്ന ബാപ്പാക്ക് ദുആ ചെയ്യുന്ന മോനാണോ? ഖബറിൽ കിടക്കുന്ന ഉമ്മാക്ക് ദുആ ചെയ്യുന്ന മകളാണോ? അങ്ങനെയുള്ള മക്കളെയല്ലേ ഞാനും നിങ്ങളും സമ്പാദിച്ചുണ്ടാക്കേണ്ടത്. അങ്ങനെയുള്ള മക്കളായിട്ടല്ലേ നമ്മുടെ മക്കളെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അങ്ങനെ ആകേണ്ട മോനാണ്. ആ മോന് നട്ടപ്പാതിരക്ക് വീട്ടിൽ നിന്ന് പുറത്തങ്ങ് പോയി. അല്ലാ, വൈകിട്ട് ഒരു 2 മണിയാകുമ്പോഴേക്ക് തിരിച്ചു വരുമ്പോ ബാപ്പാക്ക് ഇവനോട് ചോദിക്കാൻ ധൈര്യമില്ല, എവിടുന്ന് വരുന്നു എന്ന് ചോദിക്കാൻ ധൈര്യമില്ല. എന്താ കാരണം? ബാപ്പ ചോദിച്ചാൽ ഇവൻ മിണ്ടൂല, ബാപ്പ ചോദിച്ചാൽ ഇവൻ മിണ്ടൂല. എന്നിട്ട് അവസാനം ബാപ്പ ഇവനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലോ? ഇവൻ കാത്തിരിക്കുകയാണ് ബാപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ, എവിടെങ്കിലും പോയി രക്ഷപ്പെടാൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവസാനം ബാപ്പ എന്താ പറയല്? ഞാൻ അവനെ കണക്കിന്ന് പുറത്താക്കി. അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ഏത് കണക്കുന്ന ഇപ്പൊ തിരിയാത്തത് അതാ. ഏത് കണക്കുന്ന? വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കുന്ന കണക്കിന്ന് പുറത്താക്കിയെന്നാണോ? അല്ല, ദുനിയാവിൽ അവൻ എന്ത് തെറ്റ് ചെയ്താലും അത് ഈ ബാപ്പയിലേക്ക് ചേർത്തി പറയരുത്, ഈ ഉമ്മയിലേക്ക് ചേർത്തി പറയരുത് എന്ന കണക്കാണോ? ഇവിടുന്ന് കണക്കിന്ന് പുറത്താക്കാം, അവിടുന്ന് പുറത്താക്കാൻ പറ്റൂല. അവിടുന്ന് പറയും അരിനല്ലദീന അളല്ലാന നജഅൽഹുമാ തഹത അഖ്ദാമിന. അല്ലാഹ് ഓരെ കാണിച്ചതാ, ഓരെ ഞാൻ എന്റെ കാലിൻ ചുവട്ടിലിട്ടിട്ട് ഞാനൊന്ന് ചവിട്ടട്ടെ എന്ന് പറയും. ഉമ്മാനെയും ബാപ്പാനെയും കാണിച്ചിട്ട്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ ഉപ്പമാരെ, ഉറക്കാമീൻ പറയും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. സമ്പാദ്യം ഇന്ന് വലിയ ഡേഞ്ചറാ, പഴയ കാലം പോലല്ല. എത്ര സ്ഥാപനങ്ങൾ ഉണ്ടായാലും എത്ര കോളേജുകൾ ഉണ്ടായാലും ഇന്നത്തെ കാലത്ത് കുട്ടികളെ ശ്രദ്ധിക്കാൻ വളരെ ഡേഞ്ചറാ. ദുആ അനിവാര്യമാണ്. തർബിയത്ത് വേണം, വളർത്തൽ വേണം, സംരക്ഷണം വേണം, എല്ലാം വേണം. ഏറ്റവും പ്രധാനമായും ദുആ. എല്ലാ ദുആകളിലും റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ എന്ന ഒരു ദുആ മറക്കാതെ ഉൾക്കൊള്ളിക്കണം. ഒരിക്കലും ആ ദുആ നഷ്ടപ്പെടാൻ പാടില്ല. എല്ലാ ദുആയിലും, ഏത് ദുആയിലും. എന്താ അതിന്റെ അർത്ഥം? ആ അർത്ഥത്തിന്റെ ഒരു ഭാഗം മാത്രമേ ഇപ്പൊ ഞാൻ പറയുള്ളൂ. ഞങ്ങളെ മക്കളെ കൺകുളിർമയാകണ മക്കളാക്കി തരണേ അല്ലാഹ് എന്നാണ്. ഞാൻ എന്റെ വാദം നിർത്തുന്നു. ഞാൻ പറഞ്ഞു വന്നത്
ആ മക്കളെ നമ്മുടെ സമ്പാദ്യമാക്കി എടുക്കണം. ഇത് ഞാൻ എൻ്റെ രക്ഷിതാക്കളോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാദം നിർത്തുന്നു.